അതിൽ ഒന്നാമതായിട്ടുള്ളത് തൗബയാണ്. ആ തൗബ ചെയ്യുന്നവർ അള്ളാഹു തആല കൊല്ലാത്ത ഇഷ്ടം. തൗബ എന്ന് പറഞ്ഞാൽ അന്നദം, ആ തൗബത്തു അന്നദം, ഖേദമാണ്. ഇങ്ങനെ ഒരാള് പറയാ, നമ്മളിങ്ങനെ ഏറ്റു പറയാ തൗബയുടെ വാക്കുകൾ, അതല്ല. തൗബ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഒരു തെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, വലിയ തെറ്റായി പോയല്ലോ അത് എന്നുള്ളൊരു ഖേദം ഉണ്ടല്ലോ, ഇതിനാണ് തൗബ. ഈ ഖേദം വരണം. ഈ ഖേദത്തോടു കൂടി ഇനി അത് ചെയ്താൽ ശരിയാവൂല എന്നുള്ള നിലക്ക് അതിൽ നിന്ന് പിന്മാറുക, അതിൽ നിന്ന് മടങ്ങുക, ആ തെറ്റിൽ നിന്ന് മടങ്ങി നല്ലൊരു അവസ്ഥയിലേക്ക് മടങ്ങി വരിക. ഇതിനാണ് തൗബ എന്ന്. ശരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും തൗബ ചെയ്യുന്നത് അത് അള്ളാനെ കളിയാക്കുക. പലരും പറയും ഇബ്ലീസ് നമ്മളിലേക്ക് ഇട്ടു തരുന്ന ഒരു ദുർബോധനവുമാണ് ഈ അള്ളാനെ കളിയാക്കാൻ. ഈ ഇന്നാള് പാപം ചെയ്തു, അന്ന് നീ തൗബ ചെയ്തു മതി, ഇത് വീണ്ടും പാപം ചെയ്തു, വീണ്ടും തൗബ ചെയ്യുന്നു, ഇത് നീ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇത് അള്ളാഹുവിനെ പരിഹസിക്കലല്ലേ എന്ന് ശൈത്വാനെ നമ്മൾക്ക് ഉത്ബോധനം ചെയ്തു വരും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നഫ്സിന്റെ ഭാഗത്ത് ചിന്തയും വരും. എന്നാൽ അങ്ങനെയല്ല, അത് കളിയാക്കലല്ല. കളിയാക്കൽ എന്ന് പറഞ്ഞാല് നിസ്സാരമാക്കിക്കൊണ്ട് പാപങ്ങള് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ആ പാപം ചെയ്തതിൽ ഖേദമില്ല, ആ പാപത്തിൽ നിന്ന് മടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. അവർക്ക് ഇനിയും പാപം ചെയ്തുകൊണ്ടേയിരിക്കണം, പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹമേ അവർക്ക്. അതൊക്കെയാണ് അള്ളാഹിനെ കളിയാക്കുന്നത്.